ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മിനി ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ബസ്സിലാണ് കേട്ടോ ഇന്നത്തെ യാത്ര. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഉമ്മയും ഏട്ടത്തിയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 11 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്നതിന് ശേഷം നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ അതാ ചെമ്മാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മാട്ടിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് നമുക്ക് കോഴിക്കോട്ടേക്ക് ബസ് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതേ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അതാ അവിടെ നമ്മൾ ചെമ്മാട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കോഴിക്കോട്ടേക്കുള്ള ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ആദ്യം തന്നെ SM സ്ട്രീറ്റ് കണ്ടോ പോണത്. അപ്പോൾ 2 ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഒന്നിലെ ഏട്ടത്തി മക്കളും കയറിയിട്ടുണ്ട്, മറ്റേതിൽ ഞാനും ഉമ്മയും മക്കളും കൂടെ ആണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് 30 രൂപയുടെ ഓട്ടോ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. ഞങ്ങൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മൊത്തത്തിലൊന്ന് കറങ്ങാം കേട്ടോ. പിന്നെ ചെറുതായിട്ട് പർച്ചേസിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചില സാധനത്തിനൊക്കെ റേറ്റ് കുറവും ചിലതിനൊക്കെ നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഷോപ്പിലൊക്കെ കയറിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ റേറ്റിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ഈ സൈഡിലൊക്കെ വിൽക്കുന്ന ആൾക്കാരെടുത്താണ് കേട്ടോ കുറച്ചും കൂടി കുറവുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് മൊത്തത്തിൽ കുറവ് തന്നെയാണ്. പിന്നെ ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ് സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. ഇതാ ഒരു നോട്ടം, വെറുതെ ഒരു നോട്ടം കിട്ടിയാൽ ഒരുപാട് നേട്ടം. തിരികളി അതുണ്ടാവും. അപ്പോൾ ജീൻസും കൂടിയൊക്കെ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവിടെ കറങ്ങിയപ്പോൾ എല്ലാവരും നല്ല ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ കയറി ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു 1 മണി ആവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ജ്യൂസ് മതി പറഞ്ഞു, ഫുഡൊന്നും വേണ്ട, ദാഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സമയമായപ്പോൾ തീർന്നു കേട്ടോ. കാരണം ഈ കുട്ടികളും പിന്നെ നല്ല ചൂടും മാത്രമല്ല കുട്ടികളെല്ലാവരും കൂടെ ഏതുകൊണ്ട് ഒരാൾ കുടിക്കുമ്പോൾ എല്ലാവർക്കും വീണ്ടും വേണമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ തീർന്നു. ഇപ്പോൾ ദാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ടുള്ളത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പറഞ്ഞ പോലെ 30 രൂപ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീം, ചെറീസ് അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ പോകുമ്പോഴേക്കും നനഞ്ഞു പോയാൽ ബസ്സിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ വേഗം ഇവിടുന്ന് കയറി. മഴ കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നു. അവിടുന്ന് നേരെ നമ്മളെ നാട്ടിലേക്ക് കിട്ടും. പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.